ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവരുടെ ചാനലിൽ സ്വാഗതം. ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ഇനി വരാൻ പോണ ചിത്രങ്ങളെ പറ്റി ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ലാലേട്ടൻ തന്നെ ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ പേജിൽ കൂടെ ഇട്ട കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു 7 സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ സത്യനന്ദിക്കാടിൻ്റെ ഒപ്പമുണ്ട് ദിലീഷ് പോത്തൻ, ജിത്തു ജോസഫ്, അനൂപ് സത്യൻ, ജൂഡ് ആൻ്റണി, പ്രിയദർശൻ, വിഷ്ണു മോഹൻ എന്നിവരുടെ ഒപ്പമാണ് ലാലേട്ടൻ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ടിംഗ്, അതായത് L366 എന്ന തരുമൂർത്തി ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ പമ്പയിൽ വെച്ച് നടക്കുന്നുണ്ട്. കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ശബരിമലയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. നിലവിൽ പമ്പ വരെ ഓക്കെ ആണ്. അപ്പോൾ എന്തായാലും ഇനിയും മറ്റ് ഷൂട്ടിംഗ് പരിപാടികളൊക്കെ അനുമതി ലഭിക്കട്ടെ. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ജോയിൻ ചെയ്യുന്ന ഒരു സെപ്റ്റംബർ മാസത്തോടെ ജോയിൻ ചെയ്യുന്ന ചിത്രമാണ് L367. നമ്മുടെ ഗോകുലം ഗോപാലനാണ് പ്രൊഡ്യൂസർ, വിഷ്ണു മോഹനാണ് ഡയറക്ടർ. ഇതിൽ ലാലേട്ടന് ഏതാണ്ട് ഒരു 100ഓളം ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. സോ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൽ ലാലേട്ടൻ മറ്റേ നമ്മുടെ അനൂപ് സത്യൻ്റെ ചിത്രവും അതിലും അഭിനയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ 2 ചിത്രങ്ങളായിരിക്കും ഇനി ഈ വർഷം ഷൂട്ട് ചെയ്യാൻ പോണത്. മറ്റ് ചിത്രങ്ങളൊക്കെ ഇനി വരും വർഷം, അതായത് 2027 ഷൂട്ട് ചെയ്യാനുള്ള ചാൻസ്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ 2 ചിത്രം എന്തായാലും ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. അനൂപ് സത്യൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം ശൈലിയിൽ നിന്നുള്ളൊരു ചിത്രം മാറി ഒരു പടമാണെന്നാണ് കേൾക്കുന്നത്. പിന്നെ നമ്മുടെ പ്രിയദർശൻ പടമാണ്. അപ്പോൾ അതിനെപ്പറ്റിയും ഒരു ഔട്ട് ആൻഡ് കോമഡി ചിത്രം എന്ന ഒരു ടാഗ് ലൈൻ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മറ്റ് അപ്ഡേറ്റ്സ് ഒന്നും അറിയില്ല. എന്തായാലും അതും അടുത്ത വർഷം, ഈ വർഷം തുടങ്ങിയിരുന്നായിരുന്നു, പക്ഷേ അതും അടുത്ത വർഷത്തിലേക്ക് മാറ്റി. പിന്നെ അതുകൂടാതെ എല്ലാവർക്കും പ്രതീക്ഷയുള്ള ചിത്രമാണ് നമ്മുടെ ദിലീഷ് പോത്തൻ്റെ ഒപ്പമുള്ള നെടുങ്കണ്ടം മിറാക്കിൾ. അതും ഒരു വ്യത്യസ്ത ജോണറിലുള്ള ഒരു പടം തന്നെയാണ്, ഒരു ഫാൻറ്റസിയൊക്കെ നിറഞ്ഞത്. അതിൻ്റെ ഷൂട്ടിംഗ് 2027 ആകുമ്പോൾ ഒരു ജാനുവരി ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതും ഏറെ പ്രതീക്ഷയുള്ള ചിത്രം തന്നെയാണ്, ഒരു ഗംഭീര ചിത്രം തന്നെയാണ് ലാലേട്ടൻ്റെ ലൈനപ്പിലുള്ളത്. അടുത്ത ചിത്രം നമ്മുടെ സത്യനന്ദിക്കാടിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ചിത്രവും ഒരു കോമഡി ജോണർ തന്നെ ആവാൻ ചാൻസ് ഉള്ളൂ. സ്ഥിരം സത്യനന്ദിക്കാട് പടം തന്നെ ആവാനാണ് ഇതും ചാൻസ്. മറ്റ് റിപ്പോർട്ട്സിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത പടം നമ്മുടെ സത്യനന്ദിക്കാടിൻ്റെ ഒപ്പമാണ്. ഇതും 2027 എത്തുമെന്ന് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഇത്രയും ലൈനപ്പുകളുണ്ട്. പിന്നെ നമ്മുടെ ജൂഡ് ആൻ്റണി ചിത്രമാണ്. അദ്ദേഹം കുറേ നാളായി സ്ക്രിപ്റ്റൊക്കെ പുറകെ നടക്കുന്നു. ഇപ്പോൾ ലാലേട്ടൻ ലോക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ജൂഡ് ആൻ്റണി ഇതിന് മുന്നേ ലാലേട്ടൻ ഇത് ഇടുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി പറഞ്ഞാണ് ഒഫീഷ്യലായിട്ട്. അപ്പോൾ എന്തായാലും ഈ ചിത്രം ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒരു ജൂഡ് ആൻ്റണി ചിത്രം തന്നെ ആയിരിക്കും വരുന്നത്. ലാലേട്ടൻ ഇട്ട ലിസ്റ്റിലെ ലാസ്റ്റ് ഡയറക്ടർ നമ്മുടെ ജിത്തു ജോസഫാണ്. അത് ദൃശ്യം 4 ആവാനുള്ള ചാൻസ് കുറവാണ്. ഒരു 12th മാൻ പോലത്തെ ഒരു വെറൈറ്റി ഒരു പടം തന്നെ ആവാനാണ് ചാൻസ്. അതിനെപ്പറ്റി യാതൊരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. ലാലേട്ടൻ ഇട്ടപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ജിത്തു ജോസഫായിട്ടുള്ള പടം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഉറപ്പിച്ചു വന്ന കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഉറപ്പിച്ച ഈ ഇത്രയും ഡയറക്ടേഴ്സിൻ്റെ ഒപ്പമാണ്. എന്തായാലും ഗംഭീര ലൈനപ്പാണ്, എല്ലാം സൂപ്പർ ഹിറ്റ് തന്നെ ആവട്ടെ. നിങ്ങളുടെ ഇഷ്ട ഡയറക്ടറിനൊപ്പമുള്ള ലാലേട്ടൻ്റെ സിനിമ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.